ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേതാമസ് ആണ്. അപ്പോൾ മക്കളെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങേണ്ട ഒരു സമയമാണല്ലേ. ശരിക്കും പറഞ്ഞാൽ പഠിച്ചു തുടങ്ങുക മാത്രമല്ല, നമ്മുടെ റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ടൈമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. കുറച്ച് ദിവസങ്ങളോടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും? നമ്മുടെ എക്സാം ഇതാ തുടങ്ങാൻ പോവാണ്. അപ്പോൾ മക്കളെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ 2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു കാര്യങ്ങൾ എന്ന് നമുക്ക് ആദ്യം നോക്കാം അല്ലേ. അപ്പോൾ മെയിനായിട്ട് മിസ്സിന് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും റെഫർ ചെയ്യാൻ ഉണ്ടാവില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് മിസ്സിന് അറിയാം കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിരിക്കുകയാണ്. ഈ ഒരു വർഷമാണ് നിങ്ങളുടെ 4ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ എന്ത് പാറ്റേണിലാണ് എക്സാം വരിക, എവിടെ നിന്നാണ് ചോദ്യം വരിക, ഏതാണ് ശ്രദ്ധിക്കേണ്ട പോർഷൻസ് എന്നുള്ള കാര്യത്തിലൊക്കെ മക്കൾക്ക് ഡൗട്ട് ഉണ്ടാകും എന്നുള്ള കാര്യമൊക്കെ മിസ്സിനറിയാം. ഇതൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് സൈലം നിങ്ങൾക്ക് വേണ്ടി തരുന്ന ബാച്ചാണ്, ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ പ്രാണ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ, ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ ഇതിന്റെ റിവിഷൻ ക്ലാസ്സസ്, അതുകൂടാതെ ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ് എന്നിങ്ങനെ കുറേയധികം ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ബാച്ചിൽ നിങ്ങളെ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എത്രയും വേഗം ഈ ഒരു ബാച്ച് ഇപ്പോൾ 30% ഓഫിലാണ്. നമ്മുടെ മെഗാ ഓഫറിന്റെ ഭാഗമായിട്ട് 30% ഓഫിലാണ് നമ്മുടെ ഈ ഒരു ബാച്ച് ഇപ്പോൾ റൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ വേഗം തന്നെ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതായിരിക്കും. വേഗം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാന്നുള്ളൊരു കാര്യമാണ് മിസ്സിന് പറയാനുള്ളത്. മാത്രമല്ല, ഈ ബാച്ച് എടുക്കുന്നവർക്ക് LSS ബാച്ച്, ജ്വാല ബാച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ LSSന്റെ ബാച്ച് തികച്ചും ഫ്രീ ആയിട്ടാണ് കിട്ടുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മൈറ്റി മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അടിപൊളി ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് എന്ന് വന്നിട്ടുള്ളത്. എന്താണ് ഈ ഒരു ചോദ്യം എന്ന് നമുക്ക് നോക്കാം അല്ലേ. 1, 2, 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ 2 അക്ക സംഖ്യകൾ എഴുതൂ. റൈറ്റ് 2 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ്സ് 1, 2, 3 വിത്തൗട്ട് റിപ്പീറ്റേഷൻ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. മക്കളെ, ആദ്യം 1 എടുത്തു. 1, 2, 3 നമ്മുടെ സംഖ്യകൾ. അപ്പോൾ ആദ്യം മിസ് ഇതാ 1 എടുത്തു. 1ന്റെ കൂടെ മിസ് എന്ത് എഴുതാൻ പോവാണ്? ഈ 2നെ എഴുതാൻ പോവാണ്. പിന്നെ മിസ് 1ന്റെ കൂടെ 3നെ എഴുതാൻ പോവാണ്. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. അടുത്ത മിസ് 2 എടുത്തു. എന്നിട്ട് 2ന്റെ കൂടെ 1 എഴുതാൻ പോവാണ്. പിന്നെ 2ന്റെ കൂടെ 3 എഴുതാൻ പോവാണ്. പിന്നെ മിസ് 3 എടുത്തു. 3ന്റെ കൂടെ 1 എടുത്തു. 3ന്റെ കൂടെ 2 എടുത്തു. അപ്പോൾ ഇത്രയും സംഖ്യകളാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും മിസ്സേ എന്തുകൊണ്ട് 11, 22, 33 ഒന്നും എഴുതിയില്ല, എന്തുകൊണ്ട് എഴുതാഞ്ഞേ? ദാ അക്കങ്ങൾ ആവർത്തിക്കാതെ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എഴുതാൻ പറ്റില്ല. ഈ 6 എണ്ണം മാത്രമാണ് നമുക്ക് എഴുതാൻ പറ്റുക. അപ്പോൾ ഇതേപോലത്തെ ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്ത് നോക്കിയാലോ. 1, 2, 3, 4 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ 2 അക്ക സംഖ്യകൾ എഴുതൂ. റൈറ്റ് 2 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ്സ് 1, 2, 3, 4 വിത്തൗട്ട് റിപ്പീറ്റേഷൻ. 1ഉം 2ഉം 3ഉം 4ഉം. അപ്പോൾ ആദ്യം മിസ് 1 എടുക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടി. 2ന്റെ കൂടെ എഴുതി 1 എടുത്തു. 3ന്റെ കൂടെ എഴുതി 1 എടുത്തു. 4ന്റെ കൂടെ എഴുതി. ഇനി അടുത്ത 2 അല്ലേ. 2ന്റെ കൂടെ 1, 2ന്റെ കൂടെ 3, 2ന്റെ കൂടെ 4. പിന്നെയോ 3 എടുത്തു. 3ന്റെ കൂടെ 1, 3ന്റെ കൂടെ 2, 3ന്റെ കൂടെ 4. പിന്നെ 4 എടുത്തു. 41, 42 and 43. ഇത്രയും നമ്പേഴ്സാണ് നമുക്ക് ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാതെ ഇതിൽ നിന്ന് എഴുതാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ മിസ് പറഞ്ഞ പ്രാണ ബാച്ചിൻ്റെ കാര്യങ്ങൾ മക്കൾ ആരും മറന്നു പോകണ്ട. നമ്മുടെ മെയിൻ കാര്യങ്ങളാണ് നമ്മുടെ ക്രിസ്മസ് എക്സാം, അത് കഴിഞ്ഞാൽ LSS, അത് കഴിഞ്ഞാൽ നമ്മുടെ ആനുവൽ എക്സാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ നിങ്ങൾ പഠിക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബാച്ചിലെ, ഏതൊരു ബാച്ചിലെയും നമ്മുടെ എല്ലാ സബ്ജക്ട്സും എന്ന് പറയുന്നത്. അപ്പോൾ യെസ്, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ട എൻ്റെ എല്ലാ മക്കൾക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.